അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പെഡഗോജിയിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ലാംഗ്വേജ് ആൻഡ് സ്കിൽസ് എന്ന് പറയുന്നത്. മൊത്തം നമുക്ക് 5 ടോപ്പിക്കായിരിക്കും പെഡഗോജിയിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ടോപ്പിക്കാണ് ലാംഗ്വേജ് ആൻഡ് സ്കിൽസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ലാംഗ്വേജ് ആൻഡ് സ്കിൽസ് എന്താണെന്നുള്ളത്. ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാഷ എന്ന് പറയുന്ന സംഗതി നമ്മൾ പഠിക്കുന്നത് കുറേയേറെ സ്കിൽസിന് വേണ്ടിയിട്ടാണ്. ഭാഷാ പഠനം പൂർണ്ണമാവണമെങ്കിൽ ഭാഷയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ചില സ്കിൽസുകളുണ്ട്. ആ സ്കിൽസുകൾ കിട്ടുക എന്നുള്ളത്, അതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ലേണിംഗ് എ ലാംഗ്വേജ് മീൻസ് ഡെവലപ്പിംഗ് 4 സ്കിൽസ് ലിസണിങ്. അപ്പോൾ നമ്മളൊരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്കില്ലുകൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ലിസണിങ്ങിനുള്ള സ്കില്ല്, നമുക്ക് കേൾക്കാനുള്ള സ്കില്ല് അല്ലേ. മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹ ജീവിയാണ്. അവന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അവന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം, ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ലാംഗ്വേജ്. ആ ലാംഗ്വേജിനെ പ്രോപ്പറായി യൂസ് ചെയ്യണമെങ്കിൽ കൃത്യമായി ഈ പറഞ്ഞ സ്കിൽസ് വേണം. ഒന്ന് ലിസണിങ് സ്കില്ല് വേണം, പിന്നെ ഒന്ന് സ്പീക്കിംഗ് സ്കില്ല് വേണം, പിന്നെ ഒന്ന് റീഡിങ് സ്കിൽ വേണം, പിന്നെ ഒന്ന് റൈറ്റിംഗ് സ്കില്ലും വേണം. ഇതാണ് 4 സ്കില്ലുകൾ. As teachers of English, we must know what each of these skills mean and how to teach them effectively. നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആണ്, സോ needless to say the importance of these 4 skills and the importance of acquiring these kind of skills and importance of these 4 skills in our daily life. ഈ പറഞ്ഞ 4 സ്കില്ലുകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് ബേസ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നാലും നിങ്ങളുടെ യുക്തി യൂസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇത് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ ആവശ്യം വരില്ല. ഇവിടുന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങളുടെ കോമൺ സെൻസ് എന്താ പറയുക മനസ്സിലാക്കുന്നതിന് തരത്തിലുള്ള ചില ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇടുക. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, LSRW അല്ലേ, നമുക്ക് ഷോർട്ടായിട്ട് LSRW. 4 സ്കിൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ LSRW. ലാംഗ്വേജ് സ്കിൽസ് 4 എണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ LSRW ആണ്. അതിൻ്റെ ഓർഡർ LSRW എന്നാണ്. ആദ്യം നമ്മൾ കേൾക്കുന്നു, പിന്നെ നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നു, കുറച്ച് നമ്മൾ വായിക്കാൻ പഠിക്കുന്നു, പിന്നെ നമ്മൾ എഴുതാനും കൂടെ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് സ്കിൽസ് ഏതൊക്കെയാണ് ആതിര? LSRW, listening, speaking, reading, writing. ഇതിന്റെ ഓർഡർ മാറിപ്പോരുത്, തിരിച്ചു പറയാൻ പാടില്ല. WRSL എന്നോ RSWL എന്നോ LSRW ആണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ലേണിംഗ് ദ ലാംഗ്വേജ് മീൻസ് റിക്വയറിംഗ് ദ 4 ലാംഗ്വേജ് സ്കിൽസ്. We must remember that language is not an object. Language എന്ന് പറഞ്ഞൊരു വസ്തുവല്ല. It's not an object. It's rather a set of skills. Language എന്ന് പറയുന്നത് it's not an object, but it's rather a set of skills. ഇതൊരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. For being able to use the language successfully in our day-to-day life, we must acquire these language skills. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭാഷയെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ 4 സ്കില്ലുകൾ അറിഞ്ഞിരിക്കണം. എന്താ ഭവ്യ സ്റ്റേജിൽ വരാത്തത്? തെന്യ, KH, മേരി, ലിൻസി, സൂര്യ, സെറീന വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഓക്കെ, ദ 4 ബേസിക് ലാംഗ്വേജ് സ്കിൽസ് വിത്ത് കറക്റ്റ് ഓർഡർ: ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നാണ്. അതിൻ്റെ ഓർഡർ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. LSRW. പിന്നെയുള്ളത് ബേസിക് സ്കിൽസ് ഓഫ് ലാംഗ്വേജ് ഡിവൈഡഡ് ഇൻ 2 കാറ്റഗറീസ് വിച്ച് ആർ റിസപ്റ്റീവ് സ്കില്ലുണ്ട്, പ്രൊഡക്റ്റീവ് സ്കില്ലുണ്ട്. The productive skills of language are speaking and writing. അപ്പോൾ ഭാഷാ സ്കില്ലുകൾ 2 തരത്തിൽ. ബേസിക് സ്കിൽസ് ഓഫ് ലാംഗ്വേജ് ഈ 4 ബേസിക് സ്കിൽസിനെ 2 ആയി തിരിച്ചിട്ടുണ്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ആർ ദ 2, മിസ്റ്റർ ആദം? LSRW-നെ 2 ആയി തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാ? റിസപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് സ്കിൽസ്. റിസപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. റിസപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. ഈ പ്രൊഡക്റ്റീവ് സ്കിൽ എന്ന് പറയുന്നത് സ്പീക്കിങ്ങും റൈറ്റിംഗ്. LSRW-ന് നടുക്കിലുള്ള 2 എണ്ണം, സോറി രണ്ടാമത്തെയും 4-മത്തെയും സ്പീക്കിങ്ങും റൈറ്റിങ്ങും പ്രൊഡക്റ്റീവ് സ്കിൽസ് ആണ്. Because these skills can measure learners' ability to produce language.
ഒരാൾക്ക് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഈ രണ്ട് കാര്യമാണ്. അപ്പോൾ ആദമിന് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലിസണിങ് ഇറ്റ്സ് യുവർ സ്കിൽ, അതുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് സാധിക്കില്ല. റീഡിങ് എന്ന് പറയുന്നതും ആദമിൻ്റെ സ്കില്ലാണ്. പക്ഷെ ആദം സംസാരിക്കുമ്പോൾ, സ്പീക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആദം എന്തെങ്കിലും എഴുതുമ്പോഴോ നമുക്കത് മനസ്സിലാവും. ബിക്കോസ് യു ആർ ഏബിൾ ഓർ നോട്ട്, അല്ലേ, നിങ്ങൾ എത്രമാത്രം ഏബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബിക്കോസ് ദീസ് സ്കിൽസ് ക്യാൻ മെഷർ ലേണേഴ്സ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ലാംഗ്വേജ് ആസ് എ ബോത്ത് എ കൺസെൻറ്റ് വിത്ത് എ ലാംഗ്വേജ് പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട് ത്രൂ സ്പീച്ച് ഓർ റിട്ടൺ ടെസ്റ്റസ്. ഓക്കെ, അപ്പോൾ സ്പീച്ചിലൂടെയും റിട്ടൺ ടെസ്റ്റിലൂടെയാണ് ലാംഗ്വേജ് തിരിച്ചറിയാൻ സാധിക്കുക. സോ ആ രണ്ട് സ്കില്ലുകളെ പ്രോഡക്റ്റീവ് സ്കിൽ എന്ന് പറയും. റിസപ്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ലിസണിങ് ആൻഡ് റീഡിങ്. അത് ലിസണിങ്ങും ആൻഡ് റീഡിങ് ആണ്. ഓഫ് ലാംഗ്വേജ് റിഫേഴ്സ് ടു ദി എബിലിറ്റി വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോംപ്രഹെൻസീവ് ലാംഗ്വേജ്. ഓക്കെ, so let me ask some questions to you. So how many of you can come to the stage? Only Adam and Adira. Okay, anyway, Adira, Sir, 4 ലാംഗ്വേജ് സ്കില്ലിന്റെ ഓർഡർ എന്താ? LSRW. ഓക്കെ, ഈ ബേസിക് ലാംഗ്വേജ് സ്കില്ലിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? Receptive and productive skill. ഏതൊക്കെയാണ് പ്രോഡക്റ്റീവ് സ്കിൽസ്? Speaking and writing. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് വൈ ഇറ്റ്സ് കോൾഡ് പ്രോഡക്റ്റീവ് സ്കിൽ? അത് നമുക്ക് ഒരാളെ മെഷർ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒരാൾക്ക് ലാംഗ്വേജ് എത്രത്തോളം കിട്ടി എന്നറിയാൻ മെഷർ ചെയ്യുന്നത് ഈ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. മെഷർ ദ ലേണർ, അല്ലേ, ലേണറിനെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ആ മെഷർ എന്ന് പറഞ്ഞ വേർഡ് ഓർത്താൽ മതി. റിസപ്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആൻഡ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെ, അത് അയാൾക്ക് മനസ്സിലാക്കാൻ, അയാൾക്ക് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രഹെൻഡ് ലാംഗ്വേജ്, അല്ലേ, അയാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കോംപ്രഹെൻഡ് ചെയ്യാനുള്ള സ്കില്ലിനെയാണ് ഈ ലിസണിങ് റീഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് റിസപ്റ്റീവ് സ്കിൽസ്. ഓക്കെ, താങ്ക് യു. സർ. റിസപ്റ്റീവ് സ്കിൽ എന്ന് പറയുന്നത് ലിസണിങ് ആൻഡ് റീഡിങ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ഇൻഫർമേഷൻ ത്രൂ ദ ഇയേഴ്സ്, ചെവി കൊണ്ട് കേൾക്കുന്നതാണ്. റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് ഓഫ് ലുക്കിംഗ് അറ്റ് ദി സീരീസ് ഓഫ് റിട്ടൺ വേർഡ്സ്, സിമ്പിൾസ് ആൻഡ് ഗെറ്റിംഗ് മീനിങ് ഫ്രം ദം. പ്രോഡക്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ദി ഇൻഫർമേഷൻ ത്രൂ ദ മൗത്ത്, വെറാസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് യൂസിങ് സിമ്പിൾസ്, ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഈ ലിസണിങ് സ്കില്ലുകളിലേക്ക് വരാം. ആദ്യം നമുക്ക് ലിസണിങ് സ്കില്ല് നോക്കാം. ലിസണിങ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ 4 ലാംഗ്വേജ് സ്കിൽസ്, 4 ലാംഗ്വേജ് സ്കിൽസിൽ ഒന്നാണ് ലിസണിങ്. ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് ഇൻവോൾവ്സ് സെൻഡർ. ഇതിനകത്ത് സെൻഡറും മെസ്സേജും റിസീവറും ഉൾക്കൊള്ളുന്നു ലിസണിങ് സ്കിൽസിൽ. ഒരാൾ സംസാരിക്കുമ്പോൾ, അല്ലേ, ഒരാൾ സംസാരിക്കണം, വേണ്ടേ? യെസ്, ഒരാൾ സംസാരിക്കണം. എന്താ സംസാരിക്കുക? മെസ്സേജാണ് സംസാരിക്കുക. അതെന്ത് ചെയ്യണം? വേറൊരാൾ കേൾക്കണം, അല്ലേ? വേറൊരാൾ കേൾക്കണ്ടേ? വേറൊരാളുടെ ചെവിയിലേക്ക് അത് കേൾക്കണം, അല്ല, റിസീവ് ചെയ്യണം. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ പ്രോസസ് ആൻഡ് ഇറ്റ്സ് ഇൻവോൾവ്സ്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ് കൂടിയാണ്. ഇതിനകത്ത് റിസീവിങ് മെസ്സേജ് റിസീവ് ചെയ്യുന്നു, കൺസ്ട്രക്റ്റീവ് മീനിങ് ഫ്രം ഇറ്റ്, അതിൽ നിന്ന് അദ്ദേഹം മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നു. റെസ്പോൺസിബിലിറ്റി, അതായത് സ്പോക്കണോ നോൺ വെർബൽ ആയിട്ടുള്ള മെസ്സേജുകൾ എന്ത് ചെയ്യുന്നു? റെസ്പോണ്ടിങ് ടു മെസ്സേജിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ ആദ്യം ഇയാൾ പറയുന്നത് ഇയാൾ റിസീവ് ചെയ്യുന്നു, പിന്നെ മൂപ്പരന്ന് കൺസ്ട്രക്റ്റിംഗ് മീനിങ്, മൂപ്പരൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നു, തിരിച്ച് മൂപ്പരന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ പോയിന്റുകളായിട്ട് പറയാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഇനി പ്രോസസ് ഓഫ് ലിസണിങ്ങിൻ്റെ പ്രോസസ്സിൽ ആദ്യം ഹിയറിംഗ് ആണ്. ഹിയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇറ്റ് ഇസ് സൗണ്ട് വേവ്സ് സ്റ്റിമുലേറ്റിംഗ് ദ സെൻസറി റിസെപ്റ്റേഴ്സ് ഓഫ് ദി ഇയേഴ്സ്. നമ്മുടെ ചെവിയുടെ, അല്ലേ, നിങ്ങൾക്കറിയാം ചെവിയുടെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. പുറത്ത് നമുക്കറിയാം ഒരു പിന്ന ഉണ്ടാവും, പിന്ന. ആ പിന്നയിലേക്ക്, അല്ലേ, പിന്നയിൽ സൗണ്ട് വേവ്സുകൾ തട്ടും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും.
ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മിഡിൽ ഇയറിൻ്റെ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു ഡ്രം ഉണ്ടാകും, അതിൻ്റെ ഇപ്പുറത്ത് എന്തുണ്ട്, കോക്ലിയൻ്റെ മുമ്പിലായിട്ട് കുറച്ച് ബോൺസ് ഉണ്ട്, ഇംഗസ് മാലിയസ് ടേപ്സ് ഉണ്ട് അല്ലേ. ഈ കോക്ലിയയുടെ ഉള്ളിലായിട്ട് എന്തുണ്ട്, ചില ദ്രവങ്ങളുണ്ട്. ആ ദ്രവത്തിന്റെ പേരൊക്കെ അറിയോ? SCRT നിർബന്ധമായിട്ട് പഠിക്കണം. അതിര ഓക്കെ. 3 ബോൺസ് ഉണ്ട്, മാലിയസ്, ഇംഗസ്, ടേപ്സ്. ഇതിൽ വിച്ച് വൺ ഇസ് സ്മോളസ്റ്റ് ബോണ്ട്? സ്റ്റേപ്സ്. വിച്ച് വൺ ഈസ് ദ സ്റ്റേപ്സ് അല്ലേ. ഇംഗസ് മാലിയസ് ടേപ്സിൽ ഏതാണ് അതില് എന്താ പറയാ അൻവിൽ ഷേപ്പ്? അൻവിൽ പോലത്തുള്ള അറിയില്ല. കുതിരത്തിന്റെ ലാടൻ പോലെയുള്ളത് ഏതാ? പഠിച്ചില്ല. ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ചെവിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കണേ. SCRT പഠിച്ചില്ലേ? SCRTയിൽ അങ്ങനെ ആകൃതി പറയുന്നില്ലല്ലോ. 10ാം ക്ലാസ്സിലല്ലേ ചെവിയുടെ ഘടനയും പറയുന്നുണ്ട്, മാലിയസിന്റെ സ്റ്റേബിൾസ് ഒക്കെ പറയുന്നുണ്ട്, കോക്ലിയർ ദ്രവം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകൃതി കൃത്യമായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല സർ. ആണോ? ഇല്ലേ, എനിക്ക് ഓർമ്മയില്ല. എന്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറഞ്ഞാണ്, ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അൻവിൽ ഷേപ്പ് ഒക്കെ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ ചെവിയിൽ നമ്മളൊരു ഓഡിയോ ശബ്ദം കേൾക്കുമ്പോൾ അത് എന്താണ് ഉള്ളിൽ വന്നതിന് ശേഷം ഇവിടെ ഈ സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട് ചെവിന്റെ ഉള്ളിൽ, കേൾവിയെ സഹായിക്കുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ മലയാളം നമ്മൾ എന്താ പറയാ? പ്രത്യേക കോശങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ചിലപ്പോ ചില മലയാളം കിട്ടില്ല. മലയാളത്തിൽ തന്നെയാണല്ലോ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ആ റിസപ്റ്റേഴ്സ്, ഈ പറയുന്ന സെൻസറി റിസപ്റ്റേഴ്സ് എന്താണ്, ഈ കെമിക്കൽസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരത് മനസ്സിലാക്കുകയും അങ്ങനെ നമുക്ക് കേൾവി സാധ്യമാവുകയും ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് എ ഫിസിക്കൽ റെസ്പോൺസ്. കേൾക്കുക എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ റെസ്പോൺസ് ആണ്. ഹിയറിംഗ് ഇസ് എ പെർസെപ്ഷൻ ഓഫ് സൗണ്ട് വേവ്സ്. യു മസ്റ്റ് ഹിയർ ടു ലിസൺ, ബട്ട് യു നീഡ് നോട്ട് ലിസൺ ടു ഹിയർ. അതായത് ഹിയറിംഗ് ദ പെർസെപ്ഷൻ ഓഫ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിന്റെ പെർസെപ്ഷൻ ആണ് ഹിയറിംഗ്. യു മസ്റ്റ് ഹിയർ ടു ലിസൺ. കേൾക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കേൾക്കണം. ബട്ട് യു നീഡ് നോട്ട് ടു ലിസൺ ടു ഹിയർ. കേൾക്കാൻ വേണ്ടി നമ്മൾ ലിസൺ ചെയ്യേണ്ടതില്ല. ലിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹിയർ ചെയ്യണം. ഹിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലിസൺ ചെയ്യേണ്ടതില്ല. രണ്ട് പ്രോസസ്സാണ്. ലിസൺ മീൻസ് ഇതൊരു മനസ്സിലാക്കൽ പ്രോസസ്സാണ്. ഹിയർ മീൻസ് ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോസസ്. ഓക്കെ, ഇനി ബ്രെയിൻ സ്ട്രീം സ്റ്റിമുലി ആൻഡ് പെർമിറ്റ്സ് ഓൺലി select few to come into focus, and these selective perceptions are known as attention. അപ്പോൾ ബ്രെയിൻ എന്താണ്, ഈ കേൾവിക്ക് വേണ്ടി ഒരു സ്റ്റിമുലി ഉണ്ടാക്കുന്നു. പെർമിറ്റ്സ് ഓൺലി എ സെലക്ട് ഫ്യൂ ടു കം ഇൻ ടു ദ ഫോക്കസ്. അതിൽ നിന്നും ചിലതിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവാം, ആവശ്യമുള്ള സ്ഥലത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ശരിക്കും അറ്റൻഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധ. അറ്റൻഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ് ഫോർ എഫക്റ്റീവ് ലിസണിങ്. ഒരു എഫക്റ്റീവായ ലിസണിങ്ങിന് നമുക്ക് നിർബന്ധമായി വേണ്ട സംഗതിയാണ് അറ്റൻഷൻ. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച 3 കാര്യങ്ങൾ. ഹിയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഹിയറിംഗ് എന്ന് പറയുന്ന അതിന് ലിസണിങ് വേണ്ട. പക്ഷെ ഹിയർ ചെയ്ത സംഗതി എന്ത് വേണം? ലിസൺ ചെയ്യും. ലിസൺ എന്ത് വേണം? ലിസൺ പ്രോസസ്സിന് ഹിയർ ചെയ്യണം. ഹിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ലിസണിങ് നടക്കുള്ളൂ. അപ്പൊ ഹിയറിംഗ്, ലിസണിങ്, ഈ 2 പ്രോസസ്സ് കാര്യക്ഷമമായി നടക്കാൻ വേറെ എന്ത് വേണം? അറ്റൻഷൻ നിർബന്ധമാണ്. അറ്റൻഷൻ. 3 ടേംസുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഹിയറിംഗ് ആണ് നമ്മുടെ ലിസണിങ് എന്ന് പറയുന്ന പ്രോസസ്സിലെ ആദ്യത്തേത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഈസ് ടേക്കിംഗ് ഔട്ട് മീനിങ് ഫ്രം ദ പ്രീവിയസ് അസോസിയേഷൻ, സക്സസ്ഫുൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ മീനിങ് റിസീവ്ഡ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. For successful interpersonal communication, the listener must understand the intent, meaning and context assumed by the sender. ഒരു സെൻഡർ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇന്റൻറ്റഡ് മീനിങ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പം മാത്രമേ എന്ത് നടക്കുള്ളൂ? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻസ് നടക്കുള്ളൂ. അത് കഴിയുമ്പോൾ റിമെമ്പറിങ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഹിയറിങ് കേട്ടു, അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി, പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കണം. റിമെമ്പറിങ് ഓർ മെമ്മറൈസിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് ദ ലിസണിങ്.
it means the individual who is receiving the message has received the message. Okay, അവിടെ വേറെ ഒന്നുമില്ല. It and added to the okay. വേറെ ഒന്നുമില്ല. Remembering ആദ്യത്തെ വരി മാത്രം മതി. Remembering or memorizing is an important part of the process of listening. അപ്പോൾ നമ്മൾ ലിസണിങ് സ്കിൽസിനെ കുറിച്ച് പഠിക്കുന്നു. ലിസണിങ് സ്കില്ലിൽ അതിൻ്റെ പ്രോസസ്സ് ആദ്യം ഹിയറിംഗ് ആണ്, 2 അണ്ടർസ്റ്റാൻഡിങ് ആണ്, 3 റിമെമ്പറിങ് ആണ്, റിമെമ്പർ ചെയ്ത് കഴിഞ്ഞ് 4 ഇവാലുവേറ്റീവ് ആണ്. ഓൺലി ആക്റ്റീവ് ലിസണേഴ്സ് പാർട്ടിസിപ്പേറ്റ് അറ്റ് ദി സ്റ്റേജ് ഓഫ് ലിസണിങ്. ഓക്കെ, എന്താണ്? വേറെ ഒന്നും വായിക്കണമെന്നില്ല. ഇവാലുവേഷൻ നടക്കണമെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ലിസണേഴ്സിന് മാത്രമേ ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനെ ആഴത്തിൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആദം, ലിസണിങ് സ്കില്ലിലെ 4 ലിസണിങ് സ്കിൽസിന്റെ 4 പ്രോസസ്സുകൾ ഏതൊക്കെയാ? ഹിയറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, റിമെമ്പറിംഗ്, ഇവാലുവേറ്റിംഗ്. ഒന്നുകൂടെ പറഞ്ഞ, ആദ്യത്തെ എന്താ? ഹിയറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, റിമെമ്പറിംഗ്, ഇവാലുവേറ്റിംഗ് അല്ലേ? ലിസണിങ് സ്കില്ലിൻ്റെ പ്രോസസ്സുകളാണ് ഇതെല്ലാം കേട്ടോ, 4. ഓക്കെ, ഇനി അത് 5ാമത്തുണ്ട് റെസ്പോണ്ടിങ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് റെസ്പോണ്ട് ചെയ്യും വേണം കേട്ടോ. ഇൻ ദിസ് സ്റ്റെപ്പ് ഇൻഡിവിജ്വൽ റിസീവ് ദ മെസ്സേജ് ഇൻ വെർബൽ ഓർ നോൺ വെർബൽ ഫീഡ്ബാക്ക്. നമ്മൾ വെർബലായിട്ടോ നോൺ വെർബൽ ആയിട്ടോ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി റെസ്പോണ്ടിങ്. അത്രയേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും ഇല്ല. ഇനി നമുക്ക് സ്പീക്കിംഗ് സ്കിൽസിനെ കുറിച്ച് പഠിക്കാം. എൽ കഴിഞ്ഞു, ഇനി എസ്. ഈ സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഗോൾ ഓഫ് ടീച്ചിങ് സ്പീക്കിംഗ് സ്കിൽ ഈസ് ടു അച്ചീവ് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. സ്പീക്കിംഗ് സ്കിൽ ഉണ്ടാവുന്ന എപ്പോഴാണ്? എഫിഷ്യൻ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. അപ്പോൾ അച്ചീവ് എഫിഷ്യൻസി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് സ്പീക്കിംഗ് സ്കിൽ. Learners should be able to make themselves understand using current level of the proficiency. They should try to avoid confusion in the message due to the wrong pronunciation, grammar, or vocabulary. ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ വേറെ ഒന്നും ചോദ്യങ്ങളായിട്ടൊന്നും ഇതൊന്നും വരില്ല. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കുക. ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് ലേണേഴ്സ് ഡെവലപ്പ് ദിയർ സ്പീക്കിംഗ് സ്കിൽസ്. ടീച്ചേഴ്സിന് ലേണറുടെ സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എങ്ങനെയാ? ബൈ വിങ് ബാലൻസ്ഡ് ആക്ടിവിറ്റീസ്, കമ്പൈൻ ലാംഗ്വേജ് ഇൻപുട്ട് സ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഇൻപുട്ട് സ്ട്രക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഔട്ട്പുട്ടിനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കമ്പൈൻ ചെയ്തിട്ട് കൊണ്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സ്പീക്കിംഗ് സ്കിൽസുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പറയുന്നില്ല. ലാംഗ്വേജ് ഇൻപുട്ട് കംസ് ഫ്രം ടീച്ചർ ടോക്ക്. ഈ ലാംഗ്വേജ് ഔട്ട്പുട്ട് വരുന്നത് ടീച്ചർ ടോക്കിലൂടെയും ലിസണിങ്ങിലൂടെയും റീഡിംഗ് പാസേജിലൂടെയും ലാംഗ്വേജ് ഹേർഡ് ഓർ റീഡ് ഔട്ട്സൈഡ് ദ ക്ലാസ്സിൻ്റെ പുറമേയുള്ള വായനയിലൂടെയും ഭാഷ കേൾക്കുന്നതിലൂടെയും ഒക്കെയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ വേറെ പ്രത്യേകിച്ച് സ്പീക്കിംഗ് സ്കില്ലൊന്നും പഠിക്കാനില്ല. ഇനി നമുക്ക് റീഡിങ് സ്കില്ലിലേക്ക് വരികയാണെങ്കിൽ, റീഡിങ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് സ്കിൽ ടു ബി ഇൻട്രൊഡ്യൂസ് ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സ്കില്ലാണ് റീഡ് സ്കിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് എക്സൈറ്റിംഗ് സ്കിൽ ടു ഇൻട്രൊഡ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കില്ലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്കില്ലാണ് റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. റീഡിങ് ഈസ് നോട്ട് എ സിമ്പിൾ സ്കിൽ ആസ് ഇറ്റ് ഇൻവോൾവ്സ് എ കോമ്പിനേഷൻ ഓഫ് മെനി സ്കിൽസ് ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. റീഡിങ് ഈസ് നോട്ട് എ സിമ്പിൾ സ്കിൽ ആസ് ഇറ്റ് ഇൻവോൾവ്സ് കോമ്പിനേഷൻ ഓഫ് ദ മെനി സ്കിൽസ്. ഈ റീഡിങ്ങിൽ കുറേ സ്കില്ലുകൾ ഉൾക്കൊള്ളുന്നു, അതുകൊണ്ട് ഇതത്ര സിമ്പിളല്ല. എസ്പെഷ്യലി ദ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ബുദ്ധിപരമായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, there is no single fool proof method of teaching. അത് ഇമ്പോർട്ടൻ്റ് അല്ല. once a child has been introduced അല്ല.
സൗണ്ട് റീഡിങ് സ്കിൽസ് മീൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അൺലെസ് എ ചൈൽഡ് കൻ മേക്ക് സെൻസ് വാട്ട് ഹീസ് റീഡ്സ്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇൻ നെറ്റ്ഷെൽ വി കൻ സേ ദറ്റ് റീഡിങ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് റിട്ടൺ വേർഡ്സ്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അത്രേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. റീഡിങ് ഈസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് സ്കില്ലാണ്. പിന്നെ കോഗ്നിറ്റീവ് അതുപോലെ കോഗ്നിറ്റീവ് സ്കിൽ ഉൾപ്പെടെയുള്ള പല സ്കില്ലുകൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇനി വരാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ടത്, റീഡിങ് ടെക്നിക്സ്. ഇത് ഇവിടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പോയിന്റാണ്. റീഡിങ് ടെക്നിക്സുകൾ, പ്രധാനപ്പെട്ട 4 ടെക്നിക്സുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. പരീക്ഷയിൽ ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട്. ഒന്ന് സ്കിമ്മിങ്, മറ്റൊന്ന് സ്കാനിങ്, ഇൻറ്റൻസീവ് റീഡിങ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിങ്. ഒന്ന് പറഞ്ഞേ ഭവ്യ, വിച്ച് ആർ ദ റീഡിങ് ടെക്നിക്സ്? Skimming, scanning, intensive reading, extensive reading. Okay, good. What is skimming? Skimming എന്ന് പറഞ്ഞാൽ is reading rapidly in order to get general overview of the material. നമ്മൾ ഒരു ജനറൽ ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കൂലേ, ദാറ്റ് ഈസ് സ്കിമ്മിങ്. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് ഓടിച്ചിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓടിച്ചുള്ള വായനയാണ് സ്കിമ്മിങ്. എന്നാൽ സ്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ കാണും, ഇങ്ങനെ ഒരു ലെൻസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തരയില്ലേ എന്നതുപോലെ ഇസ് റീഡിങ് റാപ്പിഡ്ലി ഇൻ ഓർഡർ ടു ഫൈൻഡ് എ സ്പെസിഫിക് ഫാക്ട്. ഒരു സ്പെസിഫിക്കായ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതി ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടുള്ള വായനയാണ്. മൊത്തത്തിൽ ആ കണ്ടന്റ് വായിച്ചിട്ട് ഒരു ഓവർവ്യൂ കിട്ടാനാണെങ്കിൽ ദാറ്റ് ഇസ് സ്കിമ്മിങ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് തിരയുകയാണെങ്കിൽ ദാറ്റ് ഇസ് സ്കാനിങ്. അപ്പോൾ വൈൽ സ്കിമ്മിങ് ടെൽസ് യു വാട്ട് ജനറൽ ഇൻഫർമേഷൻ ഈസ് വിതിൻ എ സെക്ഷൻ. ഒരു സെക്ഷനിൽ ജനറൽ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് സ്കിമ്മിങ് വഴി കിട്ടുന്നെങ്കിൽ സ്കാനിങ് ഹെൽപ്സ് യു ടു ലൊക്കേറ്റ് പർട്ടിക്കുലർ ഫാക്ട്. ഒരു പർട്ടിക്കുലർ ഫാക്ട് ലൊക്കേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് സ്കാനിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഐ റിക്വസ്റ്റ് മിസ് ആതിര ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്? മലയാളത്തിൽ പറഞ്ഞാൽ മതി. സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു വായനയാണ്. ഒരു പാസേജിനെ പറ്റിയാണെങ്കിൽ അതിന്റെ ഒരു ഓവർവ്യൂ കിട്ടാനുള്ള ഒരു പെട്ടെന്നുള്ള വായനയാണ് സ്കിമ്മിങ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വേർഡ് അതിനു വേണ്ടി നമ്മളിങ്ങനെ സ്കാൻ ചെയ്തതുപോലെ വായിക്കുന്നതാണ്. റാപ്പിഡ്ലി വായന തന്നെയാണ്, പക്ഷെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫാക്ട്സോ അല്ലെങ്കിൽ വേർഡോ നമുക്ക് വേണം. അപ്പൊ അതിനു വേണ്ടി നോക്കുന്നതാണ് സ്കാനിങ്. ഓക്കെ, ഗ്രേറ്റ്. ഇനി ഇന്റൻസീവ് റീഡിങ്. വാട്ട് ഈസ് ഇന്റൻസീവ് റീഡിങ്? ഇൻ-ഡെപ്ത് റീഡിങ് ഫോക്കസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഡീറ്റെയിൽസ് ആൻഡ് സ്പെസിഫിക് ഇൻഫോർമേഷൻ. ഡീറ്റെയിൽസും സ്പെസിഫിക് ഇൻഫർമേഷനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻ-ഡെപ്ത് ആയിട്ടുള്ള റീഡിങ്ങിനെയാണ് ഇന്റൻസീവ് റീഡിങ് എന്ന് പറയുന്നത്. ടു ഫുള്ളി കോംപ്രഹെൻഡ് ടെക്സ്റ്റ് മുഴുവനായിട്ട് മനസ്സിലാക്കുകയും ഇൻക്ലൂഡിങ് എ വൊക്കാബുലറി, സ്ട്രക്ചർ, മീനിങ്, അതിൻ്റെ സ്ട്രക്ചറും വൊക്കാബുലറിയും മീനിങ്ങും ഒക്കെ മനസ്സിലാക്കിയുള്ള വായനയാണ് എന്ത് ഇൻറ്റൻസീവ് റീഡിങ്. സ്ലോ ആൻഡ് കെയർഫുൾ റീഡിങ് ആണിത്, ഓഫൻ വിത്ത് നോട്ട് ടേക്കിംഗ് ആൻഡ് അനാലിസിസ്. നമ്മളത് വായിക്കുന്ന സമയത്ത് നോട്ടൊക്കെ എഴുതി അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടുള്ള വായനയാണ് ഇത്തരത്തിലുള്ള വായന. സ്യൂട്ടബിൾ ഫോർ സ്റ്റഡിങ് അക്കാദമിക് ടെക്സ്റ്റ്. സാധാരണ അക്കാദമിക് ബുക്സുകളുടെ വായനയൊക്കെ ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. കോംപ്ലക്സ് ആർട്ടിക്കിൾസ്, ലേണിംഗ് ന്യൂ ലാംഗ്വേജ് എലമെൻറ്റ്സ്, അത്തരത്തിലുള്ള അക്കാദമിക് റീഡിങ്സുകളൊക്കെ എന്തിനുദാഹരണമാണ്? ഇൻറ്റൻസീവ് റീഡിങ്ങിന് ഉദാഹരണമാണ്. ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ആൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വായനയാണ് ഇൻറ്റൻസീവ് റീഡിങ്. ആ ഇൻറ്റൻസിൽ അതുണ്ട്. എന്നാൽ എക്സ്റ്റെൻസീവ് നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക, എൻജോയ്മെൻറ്റിനുള്ള വായനയല്ലേ. റീഡിങ് ഫോർ പ്ലഷർ ആൻഡ് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫൺ ഇൻക്ലൂഡ്സ് ലാർജ് എമൗണ്ട്സ് ഓഫ് മെറ്റീരിയൽ. നിങ്ങളിപ്പോൾ ഒരു നോവലോ ഒരു കഥയൊക്കെ വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്കിൻ്റെ അർത്ഥം കിട്ടിയില്ല, നിങ്ങൾ അവിടെ നിന്നിട്ട് ഡിക്ഷണറി തപ്പി നോക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് എഴുതിയെടുത്ത് അങ്ങനെയൊന്നും ചെയ്യൂല. ബിക്കോസ് നിങ്ങൾക്കത് ഓവറോൾ അത് വായിക്കുമ്പോൾ എന്തോ മനസ്സിലായാൽ മതി എന്താ സംഭവിച്ചത്. ടു എൻഹാൻസ് ജനറൽ കോംപ്രഹെൻഷൻ, ഫ്ലുവൻസി. ഇവിടെ ജനറൽ കോംപ്രഹെൻഷനും ഫ്ലുവൻസിയും അതുപോലെ നമുക്കത് വായനയിലുള്ള ആസ്വാദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റർ, മോർ റിലാക്സ്ഡ് റീഡിങ് വിതൗട്ട് ഫോക്കസിങ് എവറി ഡീറ്റെയിൽ.
എല്ലാ ഡീറ്റെയിലും ഫോക്കസ് ചെയ്തുകൊണ്ടല്ലാത്ത ഒരു ഫാസ്റ്റർ റീഡിംഗ് ആണ് എക്സ്റ്റെൻസീവ് റീഡിങ്ങിൽ ഉണ്ടാവുക. ഐഡിയൽ ഫോർ റീഡിംഗ് നോവൽസ്, മാഗസിൻസ് ആൻഡ് എനി മെറ്റീരിയൽ ദാറ്റ് ഇൻട്രസ്റ്റ്സ് യു, എൻജോയ്മെന്റ്. സാധാരണ നോവലും മാഗസിൻസ് പീരിയോഡിക്കൽസ് ഒക്കെ വായിക്കുന്നത് എക്സ്റ്റെൻസീവ് റീഡിങ്ങിന് ഉദാഹരണമാണ്. ഇൻറ്റൻസീവ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വായന, അക്കാദമിക് റീഡിംഗ് ആണ്. അപ്പോൾ ഇൻറ്റൻസീവ് റീഡിങ്ങും. സോ ആദം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് റീഡിംഗ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിംഗ്? സർ, ഇന്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു റീഡിംഗ് ആണ് ഇന്റൻസീവ് റീഡിംഗ്. അതിനകത്ത് ഓരോ വൊക്കാബുലറി ആയിട്ടും സ്ട്രക്ചർ ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് വളരെ ഡെപ്ത് ആയിട്ട് നോക്കുന്നുണ്ട്. എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റീഡിംഗ് ഫോർ പ്രഷറാണ്, എന്നും എൻജോയ്മെന്റിനോ ഫ്ലുവൻസിക്കോ ഈ പറയുന്ന കഥകളും കാര്യങ്ങളൊക്കെ വായിക്കുന്നതാണ് എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്. ഒരു ചോദ്യം നോക്കിയേ, ഇതൊരു PYQ ആണ്. When you want to find specific information from a reading text, the reading strategy adopted is. Okay, Surya, ഈ ചോദ്യം ഒന്ന് വായിക്കേ. When you want to find specific information from a reading text, the reading strategy adopted is scanning. സ്കാനിങ് ആണോ അല്ല സ്കിമ്മിങ് ആണോ? സ്കാനിങ് തന്നെയാണ്. Specific information ആണോ സ്കാനിങ്? സ്പെസിഫിക് ഇൻഫർമേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വായന ആയതുകൊണ്ടാണ് സ്കാനിങ് ആവുന്നത്. സ്കിമ്മിങ് അപ്പൊ എന്ത് വായനയാ? സ്കിമ്മിങ് നമുക്ക് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു ബുക്കോ വായിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടേണ്ടിട്ട്, ഓവറോൾ വ്യൂ അല്ലെ, ജനറൽ വ്യൂ കിട്ടാൻ വേണ്ടിയുള്ള വായനയാണ്. ഓക്കെ, ഇവിടെ സ്പെസിഫിക് ഇൻഫർമേഷൻ ഉള്ള വായനയാണ് സ്കാനിങ് അല്ലേ? ഗുഡ്. ഇനി നമുക്ക് റൈറ്റിംഗ് സ്കില്ലിലേക്ക് വരികയാണെങ്കിൽ, വി മെയിൻലി റൈറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സംവൺ വെൻ ഓഫൺ ഹി ഈസ് നോട്ട് എ പ്രസന്റ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മൾ സാധാരണ റൈറ്റിംഗ് ഉപയോഗിക്കുന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളില്ലെങ്കിൽ ദൂരെയുള്ള ആൾക്ക് വേണ്ടിയിട്ട് അല്ലേ? അല്ലെങ്കിൽ വി ഡു എ ലോട്ട് ഓഫ് റൈറ്റിംഗ് സിംപ്ലി ടു പ്രിസർവ് സംതിങ് ദാറ്റ് ഇസ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയ ആൻഡ് മെമ്മറി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റൈറ്റിങ്ങിൽ എന്താ പറയുക യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയ, മെമ്മറി ഒക്കെ നമുക്ക് എഴുത്താക്കി മാറ്റാൻ പറ്റും. ഒരു ഇൻഫർമേഷൻ നമുക്ക് എഴുത്തിലൂടെ ഒരാശയത്തെ എഴുതാം, ഓർമ്മകളിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എ ടീച്ചർ introduces young children to how to write as. By the time they start schooling for the first time, they are already capable of taking with confidence with a variety of the people on various topics. അതൊന്നും ഇവിടെ ഇപ്പോൾ ശരിക്കും എൻ്റെ ആവശ്യമില്ല. റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ ഇത് കൂടാതെ ഈ 4 സ്കില്ലുകൾ കൂടാതെ ഏതാ 4 സ്കില്ല് ഭവ്യ? LSRW, അത് കൂടാതെ വേറെയും ചില സ്കില്ലുകൾ നമുക്ക് എന്താണ് റീഡിങ്ങിലൂടെ ലാംഗ്വേജിലൂടെ കിട്ടുന്നുണ്ട്. ഒന്ന് തിങ്കിങ് സ്കിൽ, പിന്നെ എന്താ റീസണിങ് സ്കിൽ. ഓക്കെ, വാട്ട് ഈസ് തിങ്കിങ് സ്കിൽ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് സ്കില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലാംഗ്വേജ് അല്ലേ? നമ്മളതിനെപ്പറ്റി മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാംഗ്വേജ് ഇൻഫ്ലുവൻസസ് അവർ തിങ്കിങ്. ലാംഗ്വേജ് നമ്മളെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ സാപ്പിറോഫിനെ കുറിച്ചൊക്കെ മുമ്പ് പഠിച്ചിരുന്നു അല്ലേ? Therefore, people with a different language may think differently. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഭാഷകളുള്ള ആൾക്കാർ വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ട്. ഭാഷയ്ക്കനുസരിച്ച് ചിന്ത സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ഭാഷയ്ക്കനുസരിച്ച് ചിന്തയും മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ഡസ് നോട്ട് ഡിറ്റർമൈൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ തിങ്കിങ്. ഇറ്റ് ഓൺലി ഇൻഫ്ലുവൻസ് ദ വേ പീപ്പിൾ തിങ്ക് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. പല ഒബ്ജക്റ്റുകളെ കുറിച്ചും ചിന്തിക്കുന്ന ആ വേയിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്, ആ മാർഗത്തിലാണ്. അത് ആ ഭാഷയ്ക്കനുസരിച്ചുള്ള മാർഗ്ഗമാണ്. ഓക്കെ, അതുകൊണ്ട് ഭാഷ തീർച്ചയായിട്ടും ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചിന്ത എന്ന് പറയുന്ന തിങ്കിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കോഗ്നിറ്റീവ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് ആവശ്യമാണ്. അതുപോലെ റീസണിങ് skills are used to denote only the well established critical thinking skills of analysis, evaluation and synthesis, but also a far wider and more extensive range of the thinking skills, including problem solving, information processing and creative thinking. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്,
ക്രിട്ടിക്കലായിട്ടുള്ള അനലൈസിങ്ങിനുള്ള സ്കില്ല് നമ്മൾ ബ്ലൂംസിൻ്റെ ടാക്സോണമിയിലെ അത് അടുത്ത നോട്ടിൽ പഠിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ബ്ലൂംസ് ടാക്സോണമി, അതിനകത്ത് ഈ പറയുന്ന പോലെ ഇവാലുവേഷനെ കുറിച്ചും അനാലിസിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതി, റീസണലായിട്ട് ചിന്തിക്കാൻ പറ്റുക, അനലറ്റിക്കലായിട്ടുള്ള വായിച്ച കാര്യം കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള സ്കില്ല്, അങ്ങനെയുള്ള സ്കില്ലുകളാണ് റീസണിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ആ റീസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വായന ആവശ്യമാണ്. അപ്പോൾ തിങ്കിങ് സ്കില്ല്, റീസണിങ് സ്കില്ല്, ഇത് അഡീഷണൽ ആയിട്ടുള്ള 2 സ്കില്ലുകളാണ്. അപ്പോൾ LSRW കൂടാതെ ഒരു TRും കൂടി ഉണ്ട്, അതായത് തിങ്കിങ് സ്കില്ലും റീസണിങ് സ്കില്ലും. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ഇവിടെ ആൻസർ തന്നു പോയിട്ടുണ്ട്, റിയലി സോറി. ദ 4 ബേസിക് സ്കിൽസ് ആർ. ആദം പറയൂ, ഏതൊക്കെയാ 4 ബേസിക് സ്കിൽസ്? സർ LSRW, ലിസണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്. റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ് അല്ലേ? LSRW എവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ഓർഡറിൽ കൊടുത്തിട്ടുണ്ടോ? ഓർഡറില്ല, അവിടെ ഓർഡർ തന്നിട്ടില്ല. എവിടെയില്ലല്ലോ, ഓർഡറിൽ ഇല്ല. ഇല്ല. ആ, അപ്പോൾ പിന്നെ ഉള്ളതിൽ ഇത് തന്നെയാണ് കറക്റ്റ്. എല്ലും ഉണ്ട്, എസും ഉണ്ട്, ആറുണ്ട്, ഡബ്ല്യു ഉണ്ട്. ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ. മറ്റേ കമ്മ്യൂണിക്കേറ്റിംഗ്, എക്സ്പ്രസിംഗ് ഒക്കെ ഉള്ളത് എല്ലാത്തിനും ആൻസർ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ആതിര, വാട്ട് ആർ ദ അതർ സ്കിൽസ് ഓഫ് ലാംഗ്വേജ് അപ്പാർട്ട് ഫ്രം ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്? തിങ്കിങ് ആൻഡ് റീസണിങ്. ആദം എന്തോ ചോദിച്ചിട്ടുണ്ട് സർ. എന്താ ചോദിച്ചല്ലേ? കേട്ടില്ലല്ലോ. സാർ ഞാനൊന്ന് ലീവ് ആയിക്കോട്ടെ, ഞാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ ഓക്കെ. അത് അത്യാവശ്യം ഉണ്ടോ? ആ ഉണ്ട് സാർ, അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ സാർ. യെസ്. അപ്പോൾ ഇവിടെ തിങ്കിങ് ആൻഡ് റീസണിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സൂര്യ വി. ദ പ്രൊഡക്റ്റീവ് സ്കിൽ ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് ലേണിംഗിലെ പ്രൊഡക്റ്റീവ് സ്കിൽസ് ഏതൊക്കെയാ? The productive skills in speaking and writing. അല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് പ്രൊഡക്റ്റീവ് എന്ന്? അത് അതെന്താണ് സർ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു വാക്ക്, എന്താണ് ആതിര ആ വേർഡ്? അത് മെഷർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെ ലേണറെ മെഷർ ചെയ്യാൻ പറ്റുന്നത്, ഒരാൾ ഭാഷ പഠിച്ചു എന്ന് മെഷർ ചെയ്യാൻ പറ്റുന്നത് സ്പീക്കിങ്ങും റൈറ്റിംഗും വഴിയാണ് അല്ലേ സൂര്യ? ഓക്കെ, അതെ സർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഭവ്യ, ഈ ചോദ്യം വെച്ച് ഉത്തരം പറ. A learner go through the reading material quickly in order to get an idea of the tone or the intention of the writer. This writing is known as in order to read the tone and intention of the skimming. സ്കിമ്മിങ് അല്ലേ? ഓക്കെ, ഗുഡ്. അയാൾ വായിക്കുന്നത് ക്വിക്ക്ലി ആണ്. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഗെറ്റ് എൻ ഐഡിയ, അതിന് മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ടോൺ ഓഫ് ദ ഇന്റൻഷൻ ഓഫ് ദ റൈറ്ററുടെ ഉദ്ദേശം, അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയുള്ള വായന. അതുകൊണ്ട് ദാറ്റ് ഈസ് സ്കിമ്മിങ്. ഗുഡ്, താങ്ക് യു. സോ നെക്സ്റ്റ് ആതിര. Skimming is reading a text to get the general idea of the text. സ്കിമ്മിങ് എന്ന് പറയുന്നത് ഈസ് റീഡിങ് എ ടെക്സ്റ്റ് ടു, അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി അല്ലേ? ടു ഗെറ്റ് ദ ജനറൽ ഐഡിയ ഓഫ് ദ ടെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു. ഈ വിഭാഗത്തിൽ നിന്ന് ഇത്രയും ചോദ്യം, ഈ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യത്തിനുള്ള സാധ്യത മാത്രമേ ഇവിടെ നിന്ന് കാണുന്നുള്ളൂ. ഓക്കെ, കൂടുതലായിട്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, ചെറിയ നോട്ടാണ്.